ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ എക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു ത്രില്ലർ സിനിമ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. സ്ക്രീൻ 1 വരുന്നില്ല കേട്ടോ. ബൈ ദ വേ, എക്സിറ്റ് മലയാളം പടം കേട്ടോ. ഞാൻ എന്താ കണ്ടേന്ന് ഓർത്തിട്ട് ഞെട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ കാര്യം തന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷേ ഞാൻ എന്താ കണ്ടേന്നാ ഇപ്പോൾ എനിക്ക് കുറച്ച് പേരുകൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ സിനിമയുടെ ഡയറക്ടർ മുഹമ്മദ് ഷഹീൻ, പ്രൊഡ്യൂസർ വേണു ഗോപാലകൃഷ്ണൻ, പിന്നെ റൈറ്റർ അനീഷ് ജനാർദ്ദനൻ, മ്യൂസീഷ്യൻ ധനുഷ് ഹരികുമാർ, വിമൽജിത്ത് വിജയൻ, സിനിമാറ്റോഗ്രാഫർ റിയാസ് നിജാമുദ്ദീൻ, എഡിറ്റർ നിഷാദ് യൂസഫ്, ആളെ എവിടെയോ കേട്ടിട്ടുണ്ട്, രംഗനാഥ് രവി സൗണ്ട് ഡിസൈനർ. രംഗനാഥ് രവിനെ അറിയാം. ഈ സിനിമ എടുത്തതിന്, ഇങ്ങനെ ഒരു പടം നിങ്ങൾ ചെയ്യാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചേ പറ്റുള്ളൂ. അടുത്ത സാധനം കാസ്റ്റിലുള്ള ആൾക്കാരുടെ കാര്യം. വൈശാഖ് നായർ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പസംഗ എന്ന് പറഞ്ഞ തമിഴ് മൂവി അഭിനയിച്ചിട്ടുള്ളതാണ് സൂര്യയുടെ ഒപ്പം. കിടിലൻ പടമായിരുന്നു പസംഗ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. വൈശാഖ് നമ്മളെ ആനന്ദത്തിനകത്ത് കുപ്പി, ഞാൻ അതിലേക്ക് വരാം, വൈശാഖിൽ ഇവരുടെ അടുത്തേക്കൊക്കെ വരാം. റനീഷ, ബിഗ് ബോസിലുള്ള റനീഷ. വൈശാഖ് വിജയൻ നമ്മുടെ തണ്ണീർമത്തനിലുള്ള. ആഷ്ലിൻ ജോസഫ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശ്രേയസ് കൃഷ്ണ. പിന്നെ ഒരു ആക്ടറും കൂടിയുണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അതൊരു ചെറിയ കൈൻഡ് ഓഫ് സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്തായാലും എന്താണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി, ഒരു രക്ഷയില്ല. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു മച്ചാനെ വൈശാഖ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യണം, പക്ഷെ വൈശാഖ് എൻ്റെ പിന്നെ വേറെ ലീഗ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ സിനിമ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും തിയേറ്ററിൽ. കാരണം എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ കുറച്ച് സിനിമകളുടെ പേരിപ്പോൾ പറയാൻ പോണേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. 2 സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടതല്ല, പക്ഷേ എനിക്ക് അതായത് ചെറിയ ബഡ്ജറ്റിൽ ആഗോള ലെവൽ പടമായിട്ട് ഫീൽ ചെയ്ത കുറച്ച് സിനിമകളുണ്ട് എനിക്ക്. സോ ജെയിംസ് വാൻ എന്നുള്ള ഡയറക്ടറും ലീ വാനലിൻ്റെയും ആദ്യത്തെ സിനിമ, ലീ വാനൽ എഴുതി ജെയിംസ് വാൻ സംവിധാനം ചെയ്ത സിനിമ, അവരുടെ ഷോർട്ട് ഫിലിം അവർ സിനിമയാക്കി ചെയ്തത്. വേറെ ലെവൽ പടം. എൻ്റെ സിനിമ ആസ്വാദന ചരിത്രത്തിൽ എൻ്റെ ഏറ്റവും കിളി പാർച്ച സസ്പെൻസ് പടമായിരുന്നു സോ 1. അതിനെ വെച്ച് ഒരു വലിയ ഫ്രാഞ്ചൈസി തന്നെ ഉണ്ടാക്കി 11ഓളം പടം വന്ന് ഒരു രക്ഷയില്ലാത്ത പടമായിട്ടാണ് എനിക്ക് സോ 1 ഫീൽ ചെയ്തത്. അമ്മൊരു കിടിലൻ സാധനമായിരുന്നു. അത്ര വലിയൊരു സസ്പെൻസ് പടം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അത് കണ്ടിരുന്ന ടൈമിൽ. ഇതുപോലെ തന്നെ കിളി പാർച്ച മറ്റൊരു പടമുണ്ട്. കാർത്തിക് സുബ്രാജാണ് ആ സിനിമയുടെ ഡയറക്ടർ. എത്ര പേര് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിയേറ്ററിൽ കാണാതെ പറ്റാതെ പോയിട്ട് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തൊരു പടമാണ് മെർക്കുറി. അതിനകത്ത് പ്രഭുദേവയുടെ പെർഫോമൻസ്, അതിനെ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ്. പടം ഒറ്റ ഡയലോഗില്ല, സൈലൻ്റാണ് പടം. എൻ്റെ കിളി പറിച്ച പടമാണ്. എന്നിട്ടും ആ പടത്തിൻ്റെ അവസ്ഥയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. കിടിലൻ ഡയറക്ഷൻ, കിടിലൻ സൗണ്ടും, കിടിലൻ മ്യൂസിക്കും, കിടിലൻ അഭിനയം, എല്ലാം കിടിലൻ. പക്ഷെ കാണാൻ ആരും ഉണ്ടായില്ല. അത്രയും കിടിലൻ പടമായിട്ട്. ലില്ലി, പ്രശോഭ് വിജയൻ്റെ ആദ്യത്തെ സിനിമ. ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഇതാണെന്നുള്ളത്. നമ്മുടെ തീവണ്ടിയിലൊക്കെ അഭിനയിച്ച സംയുക്ത മേനോൻ ആണ് അതിലെ നടി. ഒരു രക്ഷയില്ലാത്തൊരു തിയേറ്റർ അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. ഞാനത് തിയേറ്ററിൽ കണ്ടില്ലായിരുന്നു, ഞാൻ ശരിക്കും മിസ് ചെയ്താണ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അമ്മാതിരി കിടിലൻ ഒരു പടമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ രേഖ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര വലിയ ഒരു മിസ്റ്റേക്കായിരുന്നു എൻ്റെ ഭാഗത്ത്. കാരണം ഞാൻ സിനിപോളിസിലാണ് രേഖ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് സിനിപോളിസിൽ പോയി കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണാതിരുന്നതാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയൊക്കെയാണ് ഈ വനിത സ്ക്രീൻ 1, 2 അല്ലെങ്കിൽ 3 വരുന്നുണ്ട് ഈ പറഞ്ഞ പടങ്ങളെല്ലാം. ഇതുപോലൊരു പടമാണ് എനിക്കിപ്പോൾ എക്സിറ്റ് തോന്നിയത്. ഈ സിനിമ ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. കാരണം ഈ സിനിമ ആകെ റിലീസ് എൻ്റെ വീടിനടുത്തുള്ള തിയേറ്ററിൽ കാനൂസിലായിരുന്നു. കാനൂസിൽ പോയി പടം കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കാണുന്നില്ല, OTT വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ആനന്ദത്തിൻ്റെ ഡയറക്ടർ ഗണേഷ് രാജ്, ഒരു സ്റ്റോറി ഇട്ട് ഞാൻ കാണുന്നത്.
അതിനുശേഷം ഞാൻ എന്താണ് വേറെ കുറേ പേര് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ട് ചേട്ടാ ഈ സിനിമ കാണണമെന്നൊക്കെ. അപ്പോൾ ആദ്യം കമൻ്റ് ഇട്ട ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തത് എനിക്ക് ഇത് കാണാൻ താല്പര്യമില്ല, ഞാൻ എന്താണ് OTT വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഞാൻ എടുത്ത് നോക്കിയപ്പോഴേക്കും കാനൂസിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. എൻ്റെ പൊന്നോ, ആ ഒരു കാര്യത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് വനിതയുടെ ഓണറായിട്ടുള്ള ലിൻഡോ ചേട്ടനോടും കൂടിയാണ്. കാരണം ഞാൻ ഇന്ന് ഈ സിനിമ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഇറങ്ങിയാന്ന് അറിയാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോഴേക്കും ഇത് വനിത സ്ക്രീൻ 1 കണ്ടു. ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ നേരെ അങ്ങോട്ട് പോയി. കുറേ നേരം ഞാൻ കാത്തിരുന്നു, ടിക്കറ്റ് അവിടെ പോയി എടുക്കണമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നു. കാരണം അധികം ബുക്കിങ്സ് ഒന്നുമില്ല. പിന്നെ അവസാനം ഞാൻ ബുക്ക് ചെയ്തിട്ട് പോകാം, നല്ല സീറ്റ് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ H9 സീറ്റ് എടുത്തിട്ട് നേരെ അങ്ങ് പോയി. എൻ്റെ പൊന്നോ, ഞാൻ ഈ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഹൈലി റിഗ്രറ്റ് ചെയ്തായിരുന്നു. കാരണം അതും വനിത തന്നെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയെന്നുള്ള. നാളെ ഈ സിനിമയ്ക്ക് ഷോ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാണ്, ആസ് എ മൂവി ലവർ ഞാൻ വൈശാഖ് നായറിനോട് ഞാൻ പറയണേ, ഐ ആം ദ സോറി അളിയ. കാരണം നമ്മുടെ ഇവിടുത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ഓഡിയൻസ് ഭയങ്കര നെഗ്ലിജൻ്റാണ്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഐ ആം സോ സോറി അളിയ. കാരണം എന്ത് പെർഫോമൻസാണോ നിങ്ങൾ ചെയ്തു വെച്ചത്. ഒരു നടന് എന്നെ സംബന്ധിച്ച് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, അമ്മാതിരി പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഈ നമ്മുടെ വലിയ ആക്ടേഴ്സ് ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അത് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് പറയും. നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ കണ്ണുകൊണ്ട് അഭിനയിച്ചെന്ന് പറയും, അമ്മൂക്ക വിരലുകൾ കൊണ്ട് അഭിനയിച്ചെന്ന്. ഇതിനകത്തൊരു സാധനമുണ്ട്, അത് ഗ്രാഫിക്സ് ചെയ്തതാണോ അല്ലെങ്കിൽ അഭിനയിച്ചതാണെങ്കിൽ എൻ്റെ ബ്രോ വിരലുകൾ കൊണ്ട് അഭിനയിക്കുന്നത് ഞാൻ ഇന്ന് കണ്ട്. ഒരു സീനുണ്ട് വൈശാഖിൻ്റെ ഒരു സാധനം, അത് 2-3 അടുത്ത് വരുന്നുണ്ട്. അത് ആദ്യമായിട്ട് കാണിക്കും. ആ സീൻ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടിപ്പോകും. കാരണം ലിറ്ററലി വിരലുകളാണ് അഭിനയിക്കുന്നത്. എൻ്റെ പിന്നെ ഈ സിനിമ മെയിൻ സ്ട്രീമിലുള്ള സിനിമ നിരൂപണം നടത്തുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഈ സിനിമ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഈ സിനിമയുടെ ഒരു കുന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ബ്ലൈൻഡായിട്ട് പോയി കണ്ടാണ്. എൻ്റെ പൊന്നോ, എന്തൊരു അനുഭവമായിരുന്നു. സൗണ്ട് ഡിസൈൻ എൻ്റെ പൊന്നെ കിടിലൻ, ക്യാമറ വർക്ക് കിടിലൻ, ലൈറ്റിങ് കിടിലൻ, എന്ത് ആക്ടിങ് ആണ്. ഞാൻ ആക്ടിങ് എടുത്ത് എനിക്ക് പറയാനുള്ളൂ. വൈശാഖ് നായർ വേറെ ലെവൽ പെർഫോമൻസ്, അതായത് അവാർഡ് വിന്നിങ് പെർഫോമൻസിൽ അമ്മാതിരി കിടിലൻ സാധനം. അതും ബോത്ത് ഫിസിക്കലി ആൻഡ് അപ്പിയറൻസ് വൈസ്, മേക്കപ്പ്, എക്സ്പ്രഷൻ എല്ലാം കൊണ്ട് എൻ്റെ പൊന്നെ എന്ത് റോളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്കത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, അത്ര കിടിലാണ്. പിന്നെ ശ്രീരാം പസങ്കല മച്ചൻ, കിടിലൻ. തുടക്കം ഞാൻ വിചാരിച്ച് ഇത് കുറച്ച് ഓവർബോർഡ് പോകണമെന്നൊക്കെ തോന്നി, പക്ഷേ എൻ്റെ അളിയ പിന്നെ അങ്ങോട്ടേക്ക് സീൻ സാധനമായിരുന്നു. പിന്നെയുള്ള ആക്ടർ ഞാൻ പറയുന്നില്ല, പുള്ളി ടുവേർഡ്സ് ലാസ്റ്റ് നല്ല പെർഫോമൻസ് ആയിരുന്നു. റെനീഷ കുറച്ച് സീൻസുള്ള റോളുകൾ ആ ചെയ്തിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല റെനീഷ അടുത്ത് നിന്ന്. ഞാൻ സീരിയലിൽ മാത്രമേ റെനീഷിനെ കണ്ടിട്ടുള്ളൂ. ഇത് ആ ചെറിയ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വൈശാഖ് വിജയൻ കിടിലൻ, തണ്ണീർമത്തം കേട്ടി ആ മച്ചാൻ ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ പൊന്നി കിടിലൻ പെർഫോമൻസ് ഉണ്ട്, കിടിലൻ. ആഷ്ലിൻ ജോസഫ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, വേറെ ഏതെങ്കിലും സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇത് ഫസ്റ്റ് സിനിമയാണെങ്കിൽ എൻ്റെ പൊന്നളിയ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രേയസ് കൃഷ്ണ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഡയറക്ടറിൻ്റെ ആദ്യത്തെ സിനിമ ഫസ്റ്റ് പടം ചെയ്തു വെച്ചിരിക്കുന്നത് കാണണം. എനിക്കിത് കണ്ടപ്പോൾ വേറൊരു സിനിമയും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില സിനിമകളുണ്ട് നമ്മളിങ്ങനെ കാണാതെ ഇരുന്നിട്ട് പിന്നീട് കാണുമ്പോഴേക്കും തിയേറ്ററിൽ എൻ്റെ ദൈവമേ മിസ്സായി പോയാലോടോ, ഇത്രയും കിടിലൻ ഒരു സാധനമായിരുന്നല്ല എന്നൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ഫീലിംഗ് വന്നു പോയാൽ ഞാൻ ഇത് തിയേറ്ററിൽ കണ്ടില്ലായിരുന്നെങ്കിൽ. അങ്ങനെ എനിക്ക് ശരിക്കും അങ്ങനെ ഫീൽ അടിച്ചായിരുന്നത് ശരിക്കും. കാരണം ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ല, ഇത് ഇങ്ങനത്തെ പടമാണ് തിയേറ്ററിൽ കാണേണ്ടത്. ഇതുപോലത്തെ സിനിമയാണ് വനിത പോലെയുള്ള ലേസർ പ്രൊജക്ഷൻ 4K ഡോൾബി അറ്റ്മോസിൽ കാണേണ്ട പടമാണിത്. പക്ഷേ ഐ ആം വെരി സോറി, കാരണം നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് ഈ പടമൊക്കെ അറിയാതെ പോവുകയാണ്. ഞാൻ പറഞ്ഞത് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരുന്നു ഈ സിനിമ. ഈ കൊല്ലമൊന്നുമല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ മലയാള ഇങ്ങനത്തെ ത്രില്ലർ ജോണറിൽ വരുന്നതിൽ എൻ്റെ പൊന്നോ കിടിലം.
അതിൽ കുറഞ്ഞ് എനിക്കൊരു വാക്ക് ഇതിനകത്ത് പറയാനില്ല ഈ സിനിമയുടെ കേസിൽ. ഈവൻ എന്താണ് പരകായ പ്രവേശം എന്നൊക്കെ പറയില്ലേ, നമ്മൾ കാണ്ടാരയിൽ ലാസ്റ്റ് ഒരു സാധനം കണ്ടില്ലേ, അതുപോലെ ഒരു ഐറ്റമാണ് നമ്മുടെ വൈശാഖ് മച്ചൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ അത് ഈവൻ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഫോർവേഡ് മാത്രമല്ല ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്സ്, അങ്ങനെ എനിക്ക് ആ ക്യാരക്ടർ ഇൻഡെപ്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകാൻ ഞാൻ പറയാത്ത. പക്ഷേ എന്ത് പെർഫോമൻസാണ് കാണിച്ചു വെച്ചേക്കണം. ഓഹ്, എനിക്ക് കോരിത്തിരിച്ചു, എനിക്ക് രോമാഞ്ചം വന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഞാൻ ലിറ്ററലി ഇത് അനുഭവയ്ക്ക് അയച്ചൊരു മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അയച്ച മെസ്സേജാണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് നോക്കി കാണാൻ പറ്റുമായിരിക്കും. യു മിസ്ഡ് ഇറ്റ്, ഫസ്റ്റ് ഹാഫ് തന്നെ വേറെ ലെവൽ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഓഫ് കുപ്പി വേറെ ലെവൽ സീൻ. ഇതാണ് ഞാൻ അനുഭവയ്ക്ക് അയച്ച മെസ്സേജ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് പോയിട്ട് ഞാൻ ഇങ്ങനെ എന്താടാ കണ്ടേ, ആ സീനിലാണ് ഞാനിരിക്കുന്നത്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു പടം, അത്രത്തോളം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലേഴ്സ്. സർവൈവൽ മാത്രം, ഇതൊരു സർവൈവൽ ഹൊറർ ത്രില്ലറാണ്. ഹൊറർ എലമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ പൊന്നെ കിടിലൻ മേക്കിംഗ് വൈസ് ആയാലും എല്ലാ ഷോട്ടൊക്കെ, ചില ഷോട്ടൊക്കെ ഉണ്ട് എൻ്റെ പൊന്നാളിയ കിടിലൻ. പ്രോപ്സ് ടു ദ സിനിമാറ്റോഗ്രാഫർ. ഞാൻ പേരെടുത്ത് വായിക്കുകയാണ്, കാരണം ഇത് പേരെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് എന്താണ്, മ്യൂസിക്കും അടിപൊളിയായിരുന്നു. റിയാസ് നിസാമുദ്ദീൻ എൻ്റെ പൊന്നെ. പിന്നെ അതുപോലെ എഡിറ്റർ കുറച്ച് എനിക്കൊന്ന് എഡിറ്റർ ജെയിംസ് വാൻ്റെ അല്ലെങ്കിൽ സോ സീരീസിൻ്റെ എന്തോ ഒരു ഫാനാണെന്നുണ്ട്. കുറച്ച് സാധനങ്ങളുണ്ട് അതുപോലത്തെ മ്യൂസിക്, അതുപോലത്തെ കട്ട്സൊക്കെ വന്നിട്ട് ഇൻസ്പിറേഷൻ ഒരു സീനുമില്ല. അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. എൻ്റെ പൊന്നെ അടിപൊളിയോടെ കിടിലം പടം, കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഞാൻ സൂപ്പർ ഇമ്പ്രസ്ഡാണ് ഈ സിനിമയിൽ. അതും ഞാൻ പറഞ്ഞ കുറേ സിനിമകൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ പൊന്നോ ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തു. എന്തോ മായത്തിന് ഞാനിത് തിയേറ്ററിൽ കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ് അല്ലെങ്കിൽ ബ്രഹ്മയുഗത്തിനൊക്കെ കൊടുത്ത സ്വീകരണം ഈ സിനിമക്കും കൊടുക്കണം. ഇതിപ്പം ഞാൻ ആണിട്ടൊരു കാര്യം പറയാല്ല, ഈ സിനിമയിൽ ശ്രീനാഥ് ബാസിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ യങ്സ്റ്റേഴ്സിൽ നിന്നുള്ള ആരെങ്കിലും, അർജുന അശോകനോ അതും അല്ലെങ്കിൽ ഇപ്പം മെയിൻ സ്ട്രീം എന്താണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ ഈ പടം 100 കോടി അടിച്ചാനെ. അമ്മാതിരി കിടിലൻ സീനിലാണ് ഈ പടം പോകുന്നത്. പിന്നെ ഒരു സാധനം എനിക്ക് തോന്നിയത്, ഈ പേര് മിക്കവരും എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇംഗ്ലീഷ് പടമെന്ന് വിചാരിച്ചു തോന്നുന്നുണ്ട്. ഇങ്ങനൊരു മലയാള സിനിമ ഇറങ്ങിയാൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരു ഹൈപ്പോ സീറോ പ്രൊമോഷനെല്ലാം കണ്ടു ഇറങ്ങിയ പടമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ദിസ് ഡിസേർവ്സ് എ ലോട്ട് മോർ. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുടെ എൻ്റെ പൊന്നോ. എനിക്ക് ഈവൺ ആ ലാസ്റ്റ് വന്ന് അഭിനയിച്ചേക്കണ നടനെ പറ്റി പറയണമെന്നുള്ളൂ, പക്ഷെ പറയാൻ പറ്റില്ല. ആ നടൻ പറഞ്ഞ ആ ഒരു ഇത് പോകില്ല. അതാണ് എൻ്റെ പൊന്നോ, കിടിലം പടമായിരുന്നു. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഇതിൻ്റെ മേക്കേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ആസ്വാദകൻ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പ്രേക്ഷക പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമ പറയണേ. കാരണം യു ഗൈസ് ഡിസേർവ് ബെറ്റർ. അത്രയും കിടിലം പടമായിരുന്നല്ലേ, കിടിലം പടം. ഞാൻ പറയില്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും എന്നെ ഇമ്പ്രസ് ചെയ്ത് പടം. എന്നെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ ഇതൊരു രക്ഷയില്ലാത്ത സിനിമ ആയിരുന്നടാ. അത്ര കിട്ടും. സൗണ്ട് ഡിസൈൻ ആയിക്കോട്ടെ, മൊത്തത്തിൽ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ സിനിമ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പടങ്ങൾ ബ്രഹ്മയുഗം അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഗ്രിറ്റി ടോണുള്ള ടൈപ്പ് പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തിയേറ്ററിലേക്ക് ലേറ്റായി കഴിഞ്ഞാൽ കുറേ ടീമുകളുണ്ട്. ഫ്ലാഷ് അടിച്ച് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടാണ് വരുന്നത്. നിലത്തടിച്ച് വന്നാൽ പോരെ, നിലം കണ്ടാൽ പോരെ. ഇത് മനുഷ്യൻ്റെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ട് കുറേ ഭ്രാന്ത് ടീമുകൾ വരും മനുഷ്യനെ വെറുപ്പിക്കാനിട. ഇതൊക്കെ കൂടാണ്ട് പുറകിൽ കുറച്ച് കോളേജ് പിള്ളേരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് പേടിയായിട്ടിരുന്ന് ചിരിക്കുന്നതാണ് കമൻ്റ് അടി ചെയ്തത്. എനിക്കൊന്ന് പേടിയായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പൊതുവെ ഈ എന്താ പറയുക, പിള്ളേർ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഇങ്ങനെ വെറുപ്പിക്കാറില്ല. പക്ഷേ ഇത് എക്സെപ്ഷൻ ആയിരുന്നു. അത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. നമ്മുടെ ആ പടത്തിൻ്റെ മൂഡ് കളയുന്ന രീതിയിലുള്ള ഒരു വെറുപ്പിക്കലായിരുന്നു. അത് ഭയങ്കര ശോകമായിരുന്നു. അത് ഒടുക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 20-30 പേരെ തിയേറ്ററിൽ ഉള്ളൂ എന്ന് തോന്നണം. മേ ബി 30 ഒരു റഫ് ഫിഗർ പറയാനാണ്. പക്ഷേ ഈ സിനിമയൊക്കെയാണ് തിയേറ്ററിൽ കാണേണ്ടത്. ഇത് കാണാൻ ഒട്ടും ആരും വരില്ല. ഇനിയിപ്പോൾ എന്താ പോകണമെന്ന് എനിക്കറിയാം. ഇതെല്ലാം ആരും കാണാതെ ശ്രദ്ധിക്കാതെ പോകും. അവസാനം OTT വരുമ്പോഴേക്കും ആൾക്കാർ അയ്യോ കിടിലം പടം വരുന്നതേ, ഇത് തിയേറ്ററിൽ കാണണ്ടായിരുന്നു. ഈ അവസ്ഥയായിരുന്നു നമ്മുടെ രേഖയ്ക്കും വന്നത്, ഇലവിഴ പൂഞ്ചിറയ്ക്കൊക്കെ വന്നത്. അമ്മാതിരി കിടിലടിച്ച് അഭിനയിച്ചും മേക്ക് ചെയ്തൊക്കെ വെച്ചിട്ടും തിയേറ്ററിൽ ആരുമില്ല. സെയിം അവസ്ഥയായിരുന്നു ഇരട്ടയുടെ അവസ്ഥ.
കിളി മാറിച്ച പടമാണ്. ജോയി ചേട്ടന് ഇനി എന്താ ചെയ്യേണ്ട ആ പടത്തിൽ? അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേതിൽ എന്താണ് രേഖയിൽ ആ നടി ഇതിക്കുള്ള എന്ത് ചെയ്യണം? ഇലവിഴ പൂഞ്ചിറയിൽ എന്ത് എന്ത് കിടുകയും പാടവരെന്ന് അറിയാമോ നോക്കാം. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട് കേട്ടോ ചില സിനിമകൾ ഇങ്ങനത്തെ അവസ്ഥ കാണുമ്പോഴേക്കും. ഈ സിനിമയ്ക്ക് നാളെ ഷോ ഉണ്ടാകുന്ന പോലും എനിക്കറിയില്ല വനിതാ വിരുദ്ധത്തിൽ തന്നെ. കാരണം ആൾ വന്നാലല്ലേ ഷോ ഇട്ടിട്ട് കാര്യമുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സിനിമ ലവേഴ്സ് ആണെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. ഈ സിനിമ ഒന്ന് കണ്ടു നോക്കടേ, എന്ത് മേക്കിംഗ് അത്. ഈ സിനിമ കാണാൻ എന്നോട് ആവശ്യപ്പെട്ട എല്ലാവരോടും ഞാൻ നന്ദി പറയണതാണ്. ഇതിൻ്റെ മേക്കേഴ്സ് ഉൾപ്പെടെ സകല ആൾക്കാരോടും ഞാൻ നന്ദി പറയണത് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കി തന്നതിന്. ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ചെയ്യാൻ കാണിച്ച ധൈര്യം ഇതിൻ്റെ പ്രൊഡ്യൂസറിനോടും ഞാൻ പറയാണ്. ഹാറ്റ്സ് ഓഫ്. കിടിലം പടം, കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പടം. വേറെ കുറച്ച് പടങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്, അതായത് ഈ ലെവൽ പടം, അതായത് ഞാൻ പിന്നീട് കണ്ടിട്ട് എൻ്റെ കിളി വാർച്ച പടം എന്നുള്ള രീതിയിൽ അതൊക്കെ അയ്യോ തിയേറ്ററിൽ കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ പടത്തിലേക്ക് ഇതായിപ്പോയാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് എന്തോ എനിക്ക് നല്ല ബുദ്ധി തോന്നി. ഞാൻ ഈ സിനിമ വനിതയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഐ വാച്ച് ദിസ് ഇയർ. പറയണ്ടേ, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ സിനിമ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ത്രില്ലർ പടം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, എന്താണ് ഏത് സിനിമയുടെ ബഡ്ജറ്റോ ഇതൊന്നും ഇല്ലാണ്ട് വലിപ്പ ചെറുപ്പം ഇല്ലാതെ പോയി സിനിമ കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യും, കണ്ടോക്ക്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീലാവും. ഓരോരുത്തർക്കും ഓരോ ആസ്വാദനം ഇതാണ്. പക്ഷേ എന്നെ ഈ പടം ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ച്. വൈശാഖ് ബ്രോ, ഇത്രയും കഴിവ് കിടക്കുന്ന ഒരു നടൻ മലയാള സിനിമ ഡസൻ ഡിസർവ് യു ബ്രോ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കഴിവൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കപ്പെടുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് എന്ത് പെർഫോമൻസ് ആയിരുന്നു ബ്രോയിന്. ഇനി ഇത് കൂടുതലൊന്നും ചെയ്യാനില്ലടേ. അത്രയും കിടിലായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, അത്രയും കിടിലായിട്ട്. ഇത്രയും പറയുന്നുള്ളൂ. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കണത്, ആ ഒരു ഫീലിൽ. ഗംഭീര പടം, അതിൽ കുറവൊന്നും എനിക്ക് പറയാനില്ല. കിടിലൻ പടം. ഒരു റിക്വസ്റ്റും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനാണ്. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്ന ഇവിടുത്തെ മലയാളത്തിലുള്ള ഓരോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും, നിങ്ങൾക്ക് സിനിമ പോയി കണ്ട അറ്റ്ലീസ്റ്റ് ആ സിനിമയുടെ ടിക്കറ്റിൻ്റെ പൈസയെങ്കിലും തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് അതറിയാം, ഞാനത് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാമല്ലോ. ഒന്ന് പോയി കണ്ടോക്ക്. കണ്ട് നിങ്ങൾ തുറന്ന അഭിപ്രായങ്ങൾ പറ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ തുറന്നങ്ങ് പറഞ്ഞോ. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതൊക്കെയാണ്. പക്ഷേ ഒന്ന് പോയി കണ്ടോക്ക്. നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ എവിടെയെങ്കിലും ഈ സിനിമ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്ക്. എൻ്റെ മനസ്സ് പറയുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തും. അറ്റ്ലീസ്റ്റ് വൈശാഖിൻ്റെ പെർഫോമൻസ്, വൈശാഖ് എന്നാണോ പറയുന്നത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടോക്കടേ. കിടിലം പടം. ഈ സിനിമ ഇതുപോലത്തെ സിനിമകളാണ് വനിതയിൽ കാണേണ്ടത്. കിടിലം പടം.